അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനിപ്പോൾ ഉള്ളത് പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിലെ വളരെ പ്രസിദ്ധമായ ഏനാത്ത് കളമലപ്പള്ളി എന്ന് പറയുന്ന പള്ളിക്ക് മുമ്പിലാണ് ഞാനുള്ളത്. വളരെ മനോഹരമായ പള്ളിയാണ്. മാഷാ അല്ലാഹ്, കണ്ടാലറിയാം. വിശാലമായ കോമ്പൗണ്ടും 2 കവാടങ്ങളൊക്കെ ആയിട്ട് വലിയ പള്ളിയാണ്. അപ്പോൾ ഇവിടുത്തെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനാണ് ഷെയ്ഖ് മിയാ ഖാൻ വലിയുല്ലാഹി എന്ന് പറയപ്പെട്ട മഹാനെ. പള്ളി വളരെ അതിമനോഹരമായ പള്ളിയാണ്. മാഷാ അല്ലാഹ്. അപ്പോൾ ഇവിടെ എന്ത് വിഷയങ്ങൾക്കും ഫലാന്ന ഇവിടുത്തെ മക്കാമത്തെ ആൾ പറഞ്ഞത്. എന്തെങ്കിലും ഒരു വിഷയം നല്ല നിയ്യത്തോടു കൂടെ നിങ്ങൾ വന്ന് തുറന്നാൽ അതിന് ഫലം കിട്ടും. എല്ലാ വിഷയം അതിന് പട്ട് എണ്ണ എന്താണ് നമ്മളെ കൊണ്ട് ആണ്ടിലേക്ക് ഡിസംബർ മാസത്തിലാണ് വൃശ്ചികം മാസത്തിലാണ്, മലയാള മാസം വൃശ്ചികം, അതേപോലെ ഇംഗ്ലീഷ് മാസം ഡിസംബർ മാസത്തിലാണ് ഇവിടുത്തെ ആണ്ട് വരുന്നത്. പള്ളി ഉണ്ടല്ലേ, പള്ളി വളരെ മനോഹരമായ പള്ളിയാണ് കേട്ടല്ലേ. മാഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് മക്കാമിൽ കയറിയിട്ട് സിയാറത്ത് ചെയ്തിട്ട് നമുക്ക് മടങ്ങാം. മാഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും യാ വലിയല്ലാഹ്. അസ്സലാമു അലൈക്കും യാ വലിയല്ലാഹ്. അസ്സലാമു അലൈക്കും. എല്ലാ വ്യാഴാഴ്ചയാണ്. എല്ലാ ഇംഗ്ലീഷ് മാസം 3-ാം ഞായറാഴ്ച എല്ലാ മാസവും അതിൻ്റെ ദുബായും അന്നദാനവും അതല്ലേ. 3-4 ദിവസം രാത്രി. ഇവരുടെ പേരെന്താന്ന് പറഞ്ഞു? ഷെയ്ഖ് മിയാ ഖാൻ. അവിടെ നോട്ടീസ് മിയാ ഖാൻ, ഷെയ്ഖ് മിയാ ഖാൻ വലിയുല്ലാഹിലെ. അപ്പോൾ എന്ത് വിഷയങ്ങൾക്കും ഫലമാണ്. അന്യൊന്നും ഉപദ്രവിച്ചാൽ ഏത് കാര്യം പറഞ്ഞാലും ഉടനെ നന്നായിരിക്കും. അതല്ലേ. എന്താ നമ്മളിവിടെ നേർച്ച കൊടുക്കേണ്ടത്? നേരത്തെ എന്തോ വേണമെങ്കിലും കൊടുക്കാം. പള്ളി പണിയാൻ രൂപയോ അന്നാ കൈയോ പട്ടും മുളക്കും മാറ്റി വയ്ക്കാനോ എന്ത് ആടും അരിയും മാറ്റി കൊടുക്കാനോ എന്തോ വേണമെങ്കിലും ചെയ്യാം. പത്തനംതിട്ട ജില്ലയിൽ അടൂരിന് തെക്ക് ഏനാത്ത് എന്ന ഒരു സ്ഥലമുണ്ട്. ഏനാത്തിനു കിഴക്കുവശത്തു മാറി ഒരു ചെറിയ കുന്നിൻ പുറത്ത് വളരെ പ്രസിദ്ധമായ ഒരു മഖ്ബറയുണ്ട്. മുത്തുഖാൻ മാലിക്കൽ മകൻ മിയാ ഖാൻ വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു പച്ചവിരിച്ച പാടശേഖരങ്ങളുടെ തെക്കുഭാഗത്തുകൂടി സാരി വിരിച്ചതുപോലെ ഒഴുകുന്ന കല്ലടയാറ്. പണ്ടുകാലത്ത് പാടത്തു പണി കഴിഞ്ഞ് കാളകളെ മേയാൻ വിടാറുള്ള കാളമല ആയിരിക്കാം പിന്നീട് കളമല ആയി മാറിയത് എന്ന് അനുമാനിക്കാം. അതുമല്ലെങ്കിൽ പണ്ട് ആളുകൾ ആടിന് പച്ചിലയും പശുക്കൾക്കും കാളകൾക്കും പുല്ല്, ആവശ്യത്തിന് വിറക് എന്നിവ സ്വീകരിക്കാൻ ഇടയുള്ള കളകൾ നിറഞ്ഞ മല ആയതിനാലാകാം കളമല എന്നു പേരുണ്ടായത്. ഏതായാലും ഈ കളമലയിൽ ആളുകൾ പുല്ല് ശേഖരിച്ച് തിരികെ വരുമ്പോഴും പുല്ല് ശേഖരിക്കാൻ പോകുമ്പോഴുമുള്ള ഇടത്താവളമായിരുന്നു കളമലപ്പള്ളി നിൽക്കുന്ന ഈ സ്ഥലം. ഒരിക്കൽ വേളയാർ സമുദായത്തിൽ, അതായത് വെളുത്ത മണ്ണ് ഉപയോഗിച്ച് കലം ഉണ്ടാക്കുന്ന ഒരു പറ്റം ആളുകൾ, ആ സമുദായത്തിൽപ്പെട്ട 5 പേർ കളമലയിൽ വിറകു ശേഖരിക്കാൻ യാത്രയായി. പാട്ടും പാടി ആടി രസിച്ച് വിറകു ശേഖരണം കഴിഞ്ഞ് വിശ്രമത്തിന് വിറക് കെട്ടുകൾ നിരപ്പിൽ വെച്ച ശേഷം വെറ്റില മുറുക്കി വെടി പറയുകയായിരുന്നു. കൂട്ടത്തിൽ പറഞ്ഞുകൂടാത്തവയും അവർ പറഞ്ഞു. അസഭ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ ഉടൻ അവർ നിശ്ചലരായിപ്പോയി. തൊട്ടടുത്ത വയൽക്കരയിൽ താമസിച്ചിരുന്ന നാരായണൻ വേളയാനെ വിവരമറിയിച്ചു. നാരായണൻ വേളയാർ ആളെ കൂട്ടി സ്ഥലത്തെത്തിയപ്പോൾ അറബി ലിഖിതങ്ങളുള്ള 2 കല്ലുകൾ കണ്ടു. ഉടൻ തന്നെ ഇടമല നാരായണൻ വേളയാർ അറബി ഭാഷ അറിയാവുന്ന മണ്ണടിയിൽ താഴത്ത് ഉടയാമുറ്റം വീട്ടിൽ നെത്തർഖാൻ മീരാൻകുട്ടി സാഹിബിനെ വിവരമറിയിച്ചു. അദ്ദേഹം അയൽവാസികളും ബന്ധുക്കളുമായ ചെറുകുന്നത്ത് ബാവ സാഹിബിനെയും മറ്റു ചിലരെയും കൂട്ടി
സ്ഥലത്തെത്തി. പ്രഥമ ദൃഷ്ട്യാ തന്നെ അവർക്കു മനസ്സിലായി കണ്ട കല്ലുകൾ മീസാൻ കല്ലുകളാണെന്ന്. അതിൽ എഴുതിയിരുന്നത് കൊല്ലവർഷം 800 കാർത്തിക മാസം 21 എന്നും മുത്തുഖാൻ മാലിക്കൽ മകൻ മിയാഖാൻ ഔലിയ ബഅദാദ് എന്നുമാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഉടൻ തന്നെ അവരിൽ ഒരാളുടെ തലയിൽ കെട്ടിയിരുന്ന പച്ചത്തുണി മീസാൻ കല്ലിൽ പുതപ്പിച്ച ശേഷം കുറെ വെള്ളമെടുത്ത് നിശ്ചലരായി നിന്നവരുടെ മുഖത്ത് തളിക്കുകയും ചെയ്തു. അത്ഭുതം, മഹാ അത്ഭുതം. അവർ ആ അവസ്ഥയിൽ നിന്ന് പഴയ സ്ഥിതിയിലേക്ക് തന്നെ മാറി. അവർ തന്നെ മുകളിൽ പറഞ്ഞ നിശ്ചലരാകാനുള്ള കാര്യങ്ങളും വിവരിച്ചു കൊടുത്തു. അവിടെ കൂടിയ മുസ്ലിമീങ്ങൾ കാട്ടിൽ നിന്നു തന്നെ കമ്പും കോലും സംഘടിപ്പിച്ച് ഒരു താൽക്കാലിക പള്ളി പണിതു. ബാങ്കും വിളക്കും മുടങ്ങാതെ നടന്നു വന്നു. പള്ളി ആവശ്യത്തിനുള്ള മൺകുടങ്ങൾ എടമല നാരായണൻ വേളയാർ സൗജന്യമായി നൽകുകയും ചെയ്തു. തന്റെ കാലശേഷം പിൻഗാമികൾ ഈ പതിവ് തുടർന്നുകൊള്ളുമെന്നും പറഞ്ഞു. നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇന്നും ആ പതിവ് തുടരുന്നു. തുടർന്ന് വർഷം തോറും കാർത്തിക മാസം 21, അതായത് വൃശ്ചിക മാസം 21 ആണ്ടുനേർച്ച നടത്തിവരുന്നു. 12 കൊടിയേറി 21 നേർച്ച. ഇന്ന് കളമലയിലെ വരുമാനം കൊണ്ടുതന്നെ അവിടെ മനോഹരമായ ഒരു പള്ളി പണിതിട്ടുണ്ട്. നിത്യമായി ആളുകളും ഇവിടെ സിയാറത്തിനു വേണ്ടി വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവർകളുടെ ദറജകൾ ഉയർത്തിക്കൊടുക്കട്ടെ. തെങ്കാശിയിൽ നിന്ന് ഖാദിരിയ തുരീഖത്തിലെ പല മഹാന്മാരും ഇവിടെ സിയാറത്തിനു വരുന്നത് പതിവായിരുന്നുവത്രേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടുത്തെ ദറജകൾ ഉയർത്തട്ടെ. ഇവിടെ വരാനും സിയാറത്ത് ചെയ്യാനും അല്ലാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. آمين. إلى حضرة النبي المصطفى محمد صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. رحمن رحيم ما يا الملك الجبار يا راج سيدا يا الله. ഞങ്ങൾ ഓതിയ ഖുർആൻ ഷരീഫിനെ ഖബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇതിൻ്റെ സവാബിനെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. മറ്റു അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ അവരുടെ എല്ലാം ഹളറാത്തുകളിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. പ്രത്യേകിച്ച് ഇവിടെ മറവട്ട് കിടക്കുന്ന ഈ മഹാന്റെ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഇവിടുത്തെ ദറജകളെ ഉയർത്തണേ അല്ലാഹ്. ഇവിടുത്തെ ദറജകളെ ഉയർത്തണേ അല്ലാഹ്. ഇവിടുത്തെ മദദ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. സഹായം നൽകണേ അല്ലാഹ്. അല്ലാഹു ഇവിടുത്തെ ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ടും ഞങ്ങളുടെ സിയാറത്തിൻ്റെ ബർക്കത്തുകൊണ്ടും സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പൊറുക്കണേ അല്ലാഹ്. മാപ്പ് നൽകണേ അല്ലാഹ്. മാപ്പ് നൽകണേ അല്ലാഹ്. സദുക്കളായ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് മർഹമത്ത് നൽകണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നാളെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളുടെ ഈ സിയാറത്തും യാത്രയും ഞങ്ങൾ ഓതിയ ഖുർആൻ ഷരീഫുകളൊക്കെയും നീ ഖബൂലാക്കണേ അല്ലാഹ്. ഇതിൻ്റെ എല്ലാം ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മനസ്സിലുള്ള ഹൈറായ ഉദ്ദേശങ്ങളെ ഹസുലാക്കി തരണം റഹ്മാനെ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ ഹൈറായ ഉദ്ദേശങ്ങളെ നീ ഹസുലാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളോട് പലരും പല ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് അറിയിച്ചവരുണ്ട്, നേരിട്ട് പറഞ്ഞവരും. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റിലൂടെയും ഒക്കെ അറിയിച്ച ആളുകളുണ്ട്. അവരുടെയൊക്കെയും ഹൈറായ മുഴുവൻ ഉദ്ദേശങ്ങളും ഈ മഹാന്റെ ബർക്കത്ത് കൊണ്ട് ഹസുലാക്കി തരണേ അല്ലാഹ്. ഹസുലാക്കണേ അല്ലാഹ്. പടച്ചവനെ, മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് വർഷങ്ങളായി. അല്ലാഹുവെ, പല നേർച്ചകൾ നൽകി പല ചികിത്സകൾ നടത്തി ഇതുവരെയും മക്കളാകാതെ വിഷമിക്കുന്നവരുണ്ട്.
ഈ മഹാന്റെ ബറക്കത്ത് കൊണ്ട് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ, സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ മഹാന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഗർഭിണിമാർക്ക് സുഖപ്രസവം നൽകണേ അല്ലാ, റാഹത്തായ നിലക്കുള്ള പ്രസവം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകിയ മക്കളെയൊക്കെ സ്വാലിഹീങ്ങൾ സ്വാലിഹത്തുകളാക്കണേ അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കൾ പരീക്ഷകൾ അല്ലാഹുവേ അവരുടെ പഠനങ്ങളിലും പരീക്ഷകളിലുമൊക്കെ നീ വിജയിപ്പിക്കണം റഹ്മാനെ. ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഒക്കെ നീ എത്തിക്കണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെയോ ഞങ്ങളുടെ മക്കളെയോ കള്ളുകുടിയന്മാരാക്കല്ല അല്ലാ, തെമ്മാടികളാക്കല്ല അല്ലാ, വ്യഭിചാരികളാക്കല്ല അല്ലാ, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവരാക്കല്ല അല്ലാ. മക്കള് കാരണം കണ്ണീര് കുടിക്കേണ്ട അവസ്ഥ നൽകല്ല റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നിന്റെ ഇബാദുകളിൽ യഥാർത്ഥ അടിമകളിൽ ഉൾപ്പെടുത്തി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ വീടില്ലാതെ പ്രയാസപ്പെടുന്നവർ ഖൈറായ ഭവനങ്ങൾ നൽകണേ അല്ലാ. അല്ലാഹുവേ വാടക വീടുകളിൽ താമസിച്ച് വാടക കൊടുക്കാൻ പോലും കഴിയാതെ പ്രയാസപ്പെടുന്നവർ ഖൈറായ ഭവനങ്ങൾ നൽകണേ അല്ലാ, ഖൈറായ വഴികളെ തുറക്കണേ അല്ലാ. പടച്ചവനെ വീട് പണി തുടങ്ങി വെച്ചവരുണ്ട്, അല്ലാഹു എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനും അതിനുശേഷം നല്ല റാഹത്തോടെ ആഫിയത്തോടെ ആ വീടുകളിൽ താമസിക്കാനും നീ സൗഭാഗ്യം നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ റഹ്മാനെ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണേ അല്ലാ, ബറക്കത്തുള്ള ജോലി നൽകണേ അല്ലാ. പടച്ചവനെ കടങ്ങൾ വന്ന് പ്രയാസപ്പെട്ടവരുണ്ട് അല്ലാഹുവേ, വലിയ കടബാധ്യതകളുള്ളവരുണ്ട്. ഈ മഹാന്റെ ബറക്കത്ത് കൊണ്ട് അതൊക്കെയും എത്രയും പെട്ടെന്ന് വീട്ടി തീർക്കാനുള്ള വഴികൾ നീ തുറക്കണം റഹ്മാനെ. വലിയ കടബാധ്യതകൾ വരുന്ന പരീക്ഷണങ്ങളെ തൊട്ട് ഞങ്ങളെയും ബന്ധപ്പെട്ടവരെയും അല്ലാഹുവേ നീ കാക്കണേ അല്ലാ, നീ സലാമത്താക്കണം റഹ്മാനെ. അല്ലാഹുവേ വിവാഹപ്രായമെത്തി ഖൈറായ ഇണകളെ നീ അടുപ്പിക്കണം റഹ്മാനെ. ഖൈറായ അനുയോജ്യരായ അല്ലാഹുവേ ഇണകളെ നീ അടുപ്പിച്ചു കൊടുത്ത് സന്തോഷിപ്പിക്കണം റഹ്മാനെ. അല്ലാഹുവേ പ്രത്യേകിച്ച് ഞങ്ങളിൽ പലരും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരിൽ പലരും പല രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ. അല്ലാഹുവേ പല വേദനകളെ കൊണ്ടും രോഗങ്ങളെ കൊണ്ടും പ്രയാസങ്ങളെ കൊണ്ടും കഷ്ടപ്പെടുന്നവരുണ്ട്. എല്ലാവരുടെ രോഗങ്ങൾക്കും നീ ശിഫ നൽകണേ അല്ലാ, ആജിലായ ശിഫ നൽകണേ അല്ലാ. പടച്ചവനെ മാരകമായ രോഗങ്ങൾക്ക് ഞങ്ങളെ അടിമകളാക്കല്ല അല്ലാ, മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. സാധുക്കളായ ഞങ്ങൾക്ക് സഹിക്കാനും ക്ഷമിക്കാനും കഴിയാത്ത വലിയ പരീക്ഷണങ്ങൾ തരല്ല അല്ലാ, തന്ന് പരീക്ഷിക്കല്ല അല്ലാ, നീ സലാമത്താക്കണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. പടച്ചവനെ ഈ സിയാറത്ത് കൊണ്ടൊക്കെയും സാധുക്കളായ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഞങ്ങളുടെ ഖൽബ് നന്നാക്കണേ അല്ലാ, ജീവിതം നന്നാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ ആരോടും വെറുപ്പും വിദ്വേഷവും അസൂയയും കിബറും ഉള്ള ഖൽബാക്കല്ല അല്ലാ. പടച്ചവനെ തഖ്വയും ഈമാനും ഇഖ്ലാസും ഞങ്ങൾക്ക് ഏറ്റിത്തരണം റഹ്മാനെ. അല്ലാഹുവേ ജീവിക്കൽ ഖൈറാകുന്ന കാലം അത്രയും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ ഇവിടെയൊക്കെ വരാനും സിയാറത്ത് ചെയ്യാനും നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ അതിലുപരി ഹജ്ജും ഉംറയും മറ്റു സിയാറകൾക്കും നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ എല്ലാ ആഫാത്ത് മുസീബത്തുകൾ അപകടങ്ങൾ മാരക രോഗങ്ങൾ പെട്ടെന്നുള്ള മരണങ്ങൾ ഇവകളെ തൊട്ടൊക്കെയും ഈ മഹാന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് കാവല് നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ. അവസാനം മരിക്കൽ ഖൈറാകുന്ന സമയം കാമിലായ ഈമാനോടെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് സ്വർഗം കണ്ട് പുഞ്ചിരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി
ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് നാളെ സ്വർഗത്തിൽ ഹബീബായ തങ്ങളുടെ ജിവാറിൽ ഈ മഹാന്മാരോടൊപ്പം ഞങ്ങളെ ഒരുമിച്ചു കൂട്ടി നീ അനുഗ്രഹിക്കണേ റഹ്മാനേ. ഫീ ഖൈരിൻ വലുത്ഫിൻ വആഫിയ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.